വാട്ടർ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ. പ്ലാന്റ്സിന് എന്ത് വേണം? നമ്മളെപ്പോലെ തന്നെ വാട്ടർ ആവശ്യമാണ്. ഓൾ ലിവിങ് ബീങ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻസ്. എല്ലാ ജീവജാലങ്ങൾക്കും വാട്ടർ അത്രയും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളെ പ്ലാന്റ്സിന് എന്തിനൊക്കെയാണ് വാട്ടർ എന്നുള്ളത് നമുക്ക് നോക്കാം. ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്. ആഹാരത്തെ ലീഫിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി. സെക്കൻഡ് വൺ, ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്. വലിച്ചെടുത്ത മിനറൽസ് ലീഫിലേക്ക്, ഇലകളിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി. ഫോർ ഫോട്ടോസിന്തസിസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ്സ് ലീഫിൽ വെച്ചിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്ന പ്രോസസ്സ്. അതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ ബോഡി. ഈ പ്ലാന്റിന് എന്തുണ്ട്? ഒരു ഘടനയുണ്ട് അല്ലേ? ഈ ഘടന നിലനിർത്തുന്നതും വാട്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാട്ടർ ഇൻ പ്ലാന്റ്സ്. ഈ 4 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ടും പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് വാട്ടർ? നമ്മൾ വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കിണറിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം അത് ഫ്രഷ് വാട്ടറാണ്. പക്ഷേ നമ്മൾ സീ വാട്ടർ, റിവർ വാട്ടർ ഇതൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ആ പ്യൂരിഫൈ ചെയ്യുന്നതിന് മുന്നുള്ള അതിൻ്റെ അവസ്ഥ എന്താ? അത് ഫ്രഷ് വാട്ടർ ആയിരിക്കില്ല അല്ലേ? അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് വാട്ടർ? നമ്മൾ വാട്ടർ ടെസ്റ്റ് ചെയ്ത എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഇവിടെ ഒരു വാട്ടർ ടെസ്റ്റ് ചെയ്ത ഒരു റിസൾട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ടെസ്റ്റഡ് ഫാക്ടർ പ്രസൻസ്, അതായത് കളർ. നമ്മൾ വാട്ടറിൻ്റെ കളറാണ് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത്. നോ, കളറില്ല. ഓഡർ, സ്മെല്ലിനാണ് കേട്ടോ ഈ പറയുന്നത്. നോ, സ്മെല്ലില്ല. ബാക്ടീരിയ, യെസ്, ബാക്ടീരിയ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ടെസ്റ്റ് ചെയ്തൊരു വാട്ടറിൻ്റെ റിസൾട്ടിൽ ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അല്ലേ, കളറില്ല, ഓഡർ നിറമില്ല, അതുപോലെ സ്മെല്ലില്ല, പക്ഷെ ബാക്ടീരിയ ഉണ്ട്. ഈ വാട്ടർ ഫ്രഷ് വാട്ടർ അല്ല. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യാൻ പറ്റില്ല? നമ്മളെ കുടിക്കാനും കുളിക്കാനും ഇതിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തിനു വേണ്ടിയിട്ടാണ്. ടെസ്റ്റിംഗ് വാട്ടർ എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് സേഫ് ഫോർ കൺസംഷൻ ബൈ ചെക്കിംഗ് ഫോർ contaminants like bacteria, chemicals and other impurities. It helps in preventing waterborne disease and maintaining public health. അപ്പോൾ നമ്മളിവിടെ പറയുന്നത്, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വാട്ടറിൽ കെമിക്കൽസോ അതുപോലെ ബാക്ടീരിയയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താവില്ല, അത് ഫ്രഷ് വാട്ടർ ആവില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മളെ വാട്ടറിൽ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്ടർ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം കാര്യമൊന്നും ഉണ്ടാവില്ല. അതല്ല, ഇതുപോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറാണ് നമ്മൾ കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യും അല്ലേ? വാട്ടറിലൂടെ പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യും. അതുപോലെ നമ്മളെ ഹെൽത്തിനെയാണത് ബാധിക്കുക. അപ്പോൾ നമ്മൾ വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അസുഖങ്ങളും കാര്യമൊന്നും പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, പ്യുവർ വാട്ടർ. എന്താണ് ശുദ്ധജലം? അപ്പോൾ നമുക്കറിയാം വാട്ടറിൻ്റെ യൂസസ് അറിയാം. എന്താണ് വാട്ടർ എന്ന് ചോദിച്ചാൽ, എന്താണ് ശുദ്ധജലം ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ മൈൻഡിൽ വെച്ചിരിക്കണം, ശരിക്കും ഇത് പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ് ദ വാട്ടർ ദാറ്റ് ഈസ് ഫ്രീ ഫ്രം കളർ, ഓഡർ ആൻഡ് ബാക്ടീരിയ ഓർ മൈക്രോ ഓർഗാനിസം. നമ്മൾ വാട്ടറിന് എന്തില്ല? നോ കളറില്ല, ഓഡർ സ്മെല്ലില്ല, മണമില്ല, അതുപോലെ തന്നെ ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസം ഇതും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നിറമില്ല, മണമില്ല, ബാക്ടീരിയ ഇല്ല, ഇങ്ങനെയുള്ള വാട്ടറാണ് നമ്മളെന്ത് പറയുക, പ്യുവർ വാട്ടർ, ശുദ്ധജലം എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള വാട്ടറാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് സേഫ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസ്. നമുക്ക് കുടിക്കാനോ നമ്മുടെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ശുദ്ധജലമാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിവർ വാട്ടറും സീ വാട്ടറും ഒക്കെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ വാട്ടർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് തന്നെ റിവർ വാട്ടർ എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് പഠിച്ചു. അപ്പോൾ അതും ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് പ്യുവർ വാട്ടർ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഒരു ടെസ്റ്റ് ചെയ്ത റിസൾട്ട് തന്നു. ഈ ഒരു റിസൾട്ട് നമുക്ക് തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, ഈ വാട്ടർ പ്യുവർ വാട്ടർ ആണോ എന്ന് ചോദിക്കും. ഈസ് പ്യുവർ വാട്ടർ. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇവിടെ ബാക്ടീരിയ എസ് ആയതുകൊണ്ട് ഇത് പ്യുവർ വാട്ടർ അല്ല. അപ്പോൾ നോ എന്ന് കൊടുക്കുക. എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ബാക്ടീരിയ എസ് ആയതുകൊണ്ടാണ് അത് നമ്മൾ പ്യുവർ വാട്ടർ അല്ല എന്ന് പറഞ്ഞത്.
അതുപോലെ അതിൽ ബി ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ഈസ് പ്യുവർ വാട്ടർ, എന്താണ് പ്യുവർ വാട്ടർ. പിന്നെ സി ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് പ്യുവർ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് എന്ത് വരിക, എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണേ. നെക്സ്റ്റ്, ഡസ് വാട്ടർ ഹാവ് എനി ഷേപ്പ്. നമ്മൾ വാട്ടറിന് എന്ത് ഷേപ്പ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്, ആകൃതിയുണ്ടോ. ഇവിടെ നിങ്ങൾക്കറിയാം ഒരുപാട് വെസൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇതൊരു ഗ്ലാസ് ആണ്, ഇത് വേറെ ടൈപ്പ് ഒരു വെസൽ, ഇതൊക്കെ ഡിഫറെൻറ്റ് ഷേപ്പാണ്. അപ്പോൾ ഇതിലൊക്കെ വാട്ടർ ഒഴിച്ചു വെച്ചാൽ ഓരോന്നിലും ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കും അല്ലേ, സെയിം ആണോ? അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്ത് കൊടുക്കാം, ഡസ് വാട്ടർ ഹാവ് എനി ഷേപ്പ്. വാട്ടറിന് ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ, ഇല്ല. വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നേഴ്സ്. നമ്മൾ ഏതൊരു കണ്ടെയ്നർ, ഏതൊരു പാത്രത്തിലാണോ നമ്മൾ വാട്ടർ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും വാട്ടറിന്. അപ്പോൾ വാട്ടറിന് സ്വയം എന്തില്ല, സ്വന്തമായിട്ടൊരു ഷേപ്പില്ല. പക്ഷെ നമ്മൾ ഏതൊരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഏതൊരു വെസലാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, സിങ്ക് ഓർ ഫ്ലോട്ട്. സിങ്ക് മീൻസ് വാട്ടറിൽ താഴ്ന്നു പോവുക, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം അല്ലേ, ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിട്ട് അതിലൊരു കോയിനാണ് ഇട്ടത്. ആ കോയിൻ എന്ത് സംഭവിച്ചു, ആ ഗ്ലാസിൻ്റെ താഴെ പോയി. അപ്പോൾ അത് സിങ്ക് ചെയ്തു, താഴ്ന്നു പോയി. അതുപോലെ സ്റ്റോണ്, റോക്ക്, ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ മുകളിലൊന്നല്ല കാണാറ് അല്ലേ, വെള്ളത്തിനടിയിലാണ് കാണുക. അപ്പോൾ അതെന്താ, താഴ്ന്നു പോകും. മക്കൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് തരുന്ന സബ്സ്റ്റൻസസ് ഓരോ സാധനങ്ങളും വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വാട്ടറിൽ സിങ്ക് ചെയ്യും. വെയിറ്റ് ഇല്ല, തീരെ കനമില്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഫ്ലോട്ട് ചെയ്യും, പൊങ്ങിക്കിടക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ പേപ്പർ ബോട്ട്, ഈ പേപ്പർ ബോട്ടിന് എന്തില്ല, വെയിറ്റ് ഇല്ല, അതുകൊണ്ട് അത് വാട്ടറിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് മിസ് ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എന്താ, കുറച്ച് ഒബ്ജക്റ്റുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫൈൻഡിങ്സ്. അപ്പോൾ അത് സിങ്കാണോ ഫ്ലോട്ടാണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, സ്റ്റോണ്. നമ്മളെ കല്ല് എന്താണ്, വെയിറ്റ് ഉള്ള സാധനം അല്ലേ, അത് വാട്ടറിൽ എന്ത് ചെയ്യും, എന്താ ചെയ്യുക മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റോണ് സിങ്ക് ചെയ്യും, താഴ്ന്നു പോവും. ബലൂൺ വെയിറ്റ് ഇല്ലാത്തതാണ്, അതുകൊണ്ട് അത് ഫ്ലോട്ട് ചെയ്യും. കോയിൻ, നമ്മളെ കോയിൻസ് വെയിറ്റ് ഉള്ളതാണ്, അത് വാട്ടറിൽ താഴ്ന്നു പോവും, സിങ്ക് ചെയ്യും. വുഡ് പീസ് മീൻസ് മരക്കഷ്ണമാണ് കേട്ടോ, മരത്തിൻ്റെ പീസ്. ആ പീസ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും. പക്ഷേ ടിമ്പർ, മരത്തടി, നല്ല വെയിറ്റ് ഉള്ള മരമാണെന്നുണ്ടെങ്കിൽ അത് നല്ല വെയിറ്റ് ഉണ്ടാവും, അത് വാട്ടറിൽ താഴ്ന്നു പോവും. അതുപോലെ ക്യാംഫർ, കർപ്പൂരം. പിന്നെന്താ, പ്ലാസ്റ്റിക് എന്താവും, പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. എണ്ണയിൽ ഇരുമ്പാണി താഴ്ന്നു കിടക്കും. ലീഫ് വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്, അത് പൊങ്ങിക്കിടക്കും. വാക്സ്, മെഴുക്, അതും എന്താണ്, പൊങ്ങിക്കിടക്കും. ഐസ് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ജ്യൂസിലൊക്കെ ഐസ് ക്യൂബ്, ചെറിയ ഐസ് ക്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ മിസ്സി ഓരോന്നും പറഞ്ഞു. ഈ ടിക്ക് ഇട്ടതൊക്കെ എന്താണ്, ടിക്ക് ഇട്ടതൊക്കെ ഫ്ലോട്ട് ചെയ്യും, റോങ് എന്ന് കൊടുത്തതൊക്കെ സിങ്ക് ചെയ്യും കേട്ടോ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക. ഈ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്. ഈ ഫസ്റ്റ് ഉള്ളതൊക്കെ സിങ്ക് ചെയ്യുന്നതാണ്, സെക്കൻഡ് വൺ ഫ്ലോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് സബ്സ്റ്റൻസസ് മിക്സ് ആയിട്ട് നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളോട് പ്രോപ്പറായിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങളോട് കാറ്റഗറൈസ് ചെയ്യാൻ പറയും. ഓക്കെ.